ഞങ്ങൾക്ക് സംഘടനാപരമായ നിലപാടുണ്ട്. തെറ്റായ ഒരു പ്രവണതയെയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല. അപ്പോൾ തെറ്റായ ഏത് നിലപാടിനെയും ഫലപ്രദമായി പാർട്ടി ശരിയായ നിലപാടിലൂടെ പ്രതിരോധിക്കും. ഒരു കടലാസിൽ വെറുതെ എഴുതിയിട്ട് ഒരാളെ പേരും വെക്കാണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾക്ക് പരാതി വന്നാൽ പരിശോധിക്കുന്നത് നിങ്ങൾ മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും ഗവൺമെന്റിനെയും കരിവാരിത്തേക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം വളരെ ഗൗരവത്തോടുകൂടി വരികയാണ്. സാർ, ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങളൊരു പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല? നിങ്ങളതെന്ത് ഭരണത്തുകൊണ്ട് വെച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു? നിങ്ങളത് പോലീസിന് കൊടുക്കണ്ടേ? അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത്? ഈ ആരോപണം ശരിയായ നിലയിൽ അന്വേഷിച്ചാൽ ഇത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് തന്നെയാണ് ഈ ആരോപണം വരുന്നത്. കോഴിക്കോട്ടെ കോവൂരിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പല അഴിമതികളും ഇതിനോട് അങ്ങാടിപ്പാട്ടായിട്ടുള്ളതാണ്. നിരവധി അഴിമതികളാണ് കോഴിക്കോട്ടെ പാർട്ടി നേതാക്കൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴയാരോപണത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിക്ക് പുറത്തേക്കുള്ള വഴി തെളിക്കുന്നു. പക്ഷേ കാരണം മറ്റൊന്നാക്കി. കോഴക്കേസിൽ കൈ കഴുകുകയാണോ പാർട്ടി? കോഴയാരോപണത്തിനു പകരം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രമോദിനെ പുറത്താക്കാനാണോ പാർട്ടി നീക്കം? ചോദ്യം ഇതാണ്. കോഴക്കേസിൽ പാർട്ടി കൈ കഴുകുന്നു. ചർച്ചയിൽ അതിഥികളായി കോൺഗ്രസിൽ നിന്നും റിജിൽ മാക്കുറ്റി, BJPയിൽ നിന്നും K ഗണേഷ്, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, മുൻ രാഷ്ട്രീയ നിരീക്ഷകൻ NM Pearson എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ M ജയചന്ദ്രനിലേക്കാണ്. M ജയചന്ദ്രൻ, നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആമുഖമായി തന്നെ പറയാം. ഒന്ന്, ഞാനോ ശ്രീ M ജയചന്ദ്രനോ ഞങ്ങളിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനോ ജില്ലാ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുക. അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തയുടെ വികാസം എന്ന് പറയുന്നത്. താങ്കൾക്കും അറിയാമല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഏരിയ കമ്മിറ്റിയിൽ ഇന്നലെ പങ്കെടുത്തതിൽ 18-ൽ 14 പേരും നടപടി ആവശ്യപ്പെടുകയും ആ നടപടി ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആരോപണ വിധേയനിൽ നിന്ന് മൊഴിയെടുക്കും. അതിനുശേഷം പാർട്ടി നടപടിക്രമം അനുസരിച്ച് അദ്ദേഹത്തെ പുറത്താക്കുമെന്നറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആരോപണം ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നാണ്. അതിലും ഒരു കറക്ഷൻ വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം PSC അംഗത്വത്തിന് വേണ്ടി 22 ലക്ഷം രൂപ കൊടുത്തു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. അങ്ങനെയല്ല. ഒരുപക്ഷെ PSC നിയമനത്തിന് എന്നതാവാം കൂടുതൽ ശരിയായ പരാതി എന്ന് മനസ്സിലാക്കുന്നു. കാരണം പരാതി എൻ്റെയോ താങ്കളുടെയോ നേരിട്ട് കൈകളിലില്ല. പക്ഷേ ഈ വിഷയം ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വികാസം, ഈ പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായുള്ള ബന്ധത്തെ തുടർന്നാണ് എന്ന ഒരു കാമോഫ്ലാഷ്, എന്നൊരു കവചം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കോഴക്കേസിനെ പാർട്ടി നേരിടാൻ പോകുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധം, ആഡംബര ജീവിതം എന്നതിനെ മറയാക്കി കോഴയെ മറച്ചുകൊണ്ട് ഈ PSCയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോഴ വിഷയത്തെ പാർട്ടി ലഘൂകരിക്കുകയാണോ ചെയ്യുന്നത്? ഈ വിഷയം യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട വിഷയമല്ലേ? M ജയചന്ദ്രൻ. ഡോക്ടർ അരുൺകുമാർ, താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ വസ്തുതകൾ, അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനമായ വസ്തുതയായി വരുന്നത്, കേരളത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്, ഇത് PSC മെമ്പറാവാൻ വേണ്ടിയുള്ള ഏർപ്പാടായിരുന്നില്ല, മറിച്ച് PSC ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണല്ലോ. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വനിത ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, അവർ നിലവിൽ ഗവൺമെൻറ് ജീവനക്കാരിയാണ്. ആയുഷ് എന്ന പദ്ധതി പ്രകാരം ആയുഷിൽ പ്രധാനപ്പെട്ട ഒരു പദവി, അത് സൂപ്രണ്ടിൻ്റെ പദവിയാവാം, അതിന് താഴെയോ തൊട്ട് മുകളിലുള്ള പദവിയാകാം, എന്തെങ്കിലും.
അത്തരത്തിലുള്ള പദവിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, അത് തന്നെയാണ് പക്ഷേ ഒരു പരാതി രേഖാമൂലമുള്ള ഒരു പരാതി എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, പക്ഷേ ഇത് സംബന്ധിച്ച് രേഖാമൂലം ആരുടെയെങ്കിലും രേഖാമൂലമുള്ള ഒരു പരാതി എവിടെയും ലഭിച്ചിട്ടില്ല. അതേസമയം അജ്ഞാതനാമാവായിട്ടുള്ള ഒരു പരാതിക്കാരൻ ബന്ധപ്പെട്ട CPM കേന്ദ്രങ്ങളിലേക്ക് പരാതി അയക്കുകയുണ്ടായിട്ടുണ്ട്. അതിന് പേരില്ല, ഊരും പേരുമില്ല. ഇങ്ങനൊരു വിഷയമാണ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ അതുമായി ബന്ധപ്പെട്ട് അരുണിനെയാണോ അരുണുള്ള പേര് തെറ്റിപ്പോയതിൽ എൻ്റെ നാക്കുപിഴയാണ്, പ്രമോദ് കോട്ടൂളിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതൊക്കെ CPM എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാറിന് കൃത്യമായും അറിയാം CPMന്റെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇത്തരത്തിൽ ഒരു സംഗതി വരികയും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ ഒരു സഖാവിനെക്കുറിച്ചടക്കം ഇതിൽ പരാമർശ വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പാർട്ടി അതിൻ്റെ CPM എന്ന പാർട്ടി അതിൻ്റെതായ സംഘടനാ രീതികൾ ഉപയോഗിച്ചാണ് അത് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അവർ അക്കാര്യത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടത്, നടപടി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ആ അന്വേഷണങ്ങൾക്കൊടുവിലായിട്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, താങ്കൾക്കറിയുമല്ലോ. ആ തരത്തിലാണത് വരിക. അത് തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ പ്രമോദ് കോട്ടൂളി എന്ന നേതാവിൻ്റെ പേരിലാണോ ഇനി മറ്റാരെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുണ്ടോ എന്നൊക്കെയുള്ളതിനെ അറിയാനിരിക്കുന്നു. അതോ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു പരാതി തന്നെ ഉണ്ട് എന്ന് പറയുന്നത് വ്യാജമാണോ? ഈ പരാതി ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഡോക്ടർക്കടക്കം അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഭർത്താവായ ഡോക്ടർക്കടക്കം അത്തരത്തിലുള്ള പരാതികളൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഞാനൊന്നുകൂടി ഇത് വ്യക്തമാക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി. കാരണം പലപ്പോഴും CPM പാർട്ടിയിൽ വരുന്ന പരാതികളെ CPM പ്രതിരോധിക്കുന്നത് അങ്ങനെ ഒരു പരാതി ഇല്ല എന്നുള്ളതാണ്. ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ സംഭവിക്കുന്നത് പുറം ലോകം അറിയാറുമില്ല. അത് സ്ത്രീ വിഷയമാണെങ്കിലും അത് ജാഗ്രത കുറവോ അല്ലെങ്കിൽ തീവ്രമായ പീഡനമോ എന്നുള്ള ഒരു സ്കെയിലിലാണല്ലോ പാർട്ടി അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായ വനിത ഈ ഹോമിയോ ഡോക്ടറുടെ സുഹൃത്താണ് ആദ്യം ഇത് പരാതിയായി ജില്ലാ കമ്മിറ്റിക്ക് അയക്കുന്നത്, ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിക്കെതിരെ. ആ പരാതിയിൽ വേണ്ട നടപടി ഉണ്ടാവുന്നില്ല. മെയ് മാസത്തിലാണ് ആ പരാതി പോകുന്നത്. തിരഞ്ഞെടുപ്പ് കാലമാകുന്നത് കൊണ്ട് തന്നെ ആ പരാതിയിൽ വേണ്ടത്ര ജാഗ്രതയോ ശുഷ്കാന്തിയോ ജില്ലാ കമ്മിറ്റി കാണിക്കുന്നില്ല, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഇത് പരാതി പരിഹരിക്കപ്പെടാത്തത് കൊണ്ടും പണം തിരികെ നൽകാത്തത് കൊണ്ടും ഈ വ്യവസായി, അതായത് ഹോമിയോ ഡോക്ടറുടെ ഭർത്താവ്, സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി അയക്കുന്നു. ആ സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച പരാതിയെക്കുറിച്ചാണ് ഇന്ന് ഗോവിന്ദ മാഷ് പറയുന്നത് അങ്ങനെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. പാർട്ടിക്കുള്ളിലായതുകൊണ്ട് നമുക്കത് അറിയുകയുമില്ല. അതിനെ തുടർന്നൊരു അന്വേഷണ കമ്മീഷൻ തീരുമാനിക്കപ്പെടുന്നുണ്ട് കേട്ടോ. PK മുകുന്ദൻ, മാമ്പത്തെ ശ്രീധരൻ, മിസ്റ്റർ ഗിരീഷ്, ഗിരീഷ്, KK ദിനേശൻ എന്നീ 4 പേരടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനാണ് ഇത് അന്വേഷിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടതായി മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടികൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പുറമറിയുന്നില്ല. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ജയചന്ദ്രൻ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ PSCയിലെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ലക്ഷം രൂപ ഒരു ഹോമിയോ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു പാർട്ടിയിലെ ഉത്തരവാദിത്വപ്പെട്ട അംഗം വാങ്ങിയിട്ടുള്ളതൊരു ആരോപണം ഉയരുമ്പോൾ ആ വിഷയം നമ്മളുടെ നിയമ സംവിധാനത്തിൻ്റെ പരിധിയിൽ വരേണ്ടതല്ലേ? കാരണം അത് PSCയുടെ നിയമനത്തിൻ്റെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ശ്രീ ജയചന്ദ്രൻ. തീർച്ചയായും താങ്കളുടെ ആ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നിയമത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, എനിക്ക് അക്കാര്യത്തിൽ ഒരു സന്ദേഹം പോലുമില്ല. അത് ആ പരാതി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ അങ്ങനെ പരാതി സമർപ്പിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യം താങ്കൾക്ക് അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെ ഉണ്ട്. ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ പേര് പറഞ്ഞു, പിന്നെ ആ വനിതാ ഡോക്ടറുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ബോധ്യത്തിൽ ഇങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പേര് വെച്ച് കൊടുക്കുകയോ ഈ വനിതാ ഡോക്ടറുടെ ഭർത്താവ് പേരെഴുതി ഇങ്ങനെ പരാതി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തതായിട്ട് എൻ്റെ ബോധ്യത്തിൽ ഇതുവരെ ഇല്ല. പക്ഷേ പരാതി ഉണ്ട് എന്നാണ് കേട്ടത്.
ആ പരാതിയെ സംബന്ധിച്ച് പാർട്ടിയുടേതായ നിലയിൽ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി കോടതിയാണ്, പാർട്ടി വിധിയാണ്, പാർട്ടി തീരുമാനമാണ് എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്കൊന്നും ഒരു കാരണവശാലും എത്താനേ കഴിയില്ല, എത്താൻ പാടില്ല. ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. ചെയ്യില്ല എന്നാണ് എന്റെ ബോധ്യം. ശരി, ഞാനൊന്ന് റിജിൽ മാക്കുറ്റിയിലേക്ക് പോയാൽ. റിജിൽ മാക്കുറ്റി, നിങ്ങളുടെ ഒരു നേതാവ് പരാതി കൊടുത്തിരുന്നല്ലോ. ആ പരാതി എന്തു രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ തന്നെ ചോദിച്ചു. നിങ്ങൾക്കൊരു രേഖയും ഇതുവരെയും കാണിക്കാനും സാധിച്ചിട്ടില്ല. ആ രേഖ നമുക്കും കാണിക്കാൻ കഴിയുന്നില്ല, കാരണം പാർട്ടിക്കുള്ളിൽ ഇരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. പാർട്ടി അത് ഇപ്പോഴും നിഷേധിക്കുന്നു. അതൊരു പാർട്ടി കോടതിയല്ല തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ നടപടിക്രമം എന്ന രീതിയിലാണ് അതിനെ വിശദീകരിക്കുന്നത്. റിജിൽ മാക്കുറ്റി, ഇതിലൊരു പ്രധാന വിഷയം ഈ പ്രമോദ് കോട്ടുളി എന്ന നേതാവിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ്. പക്ഷേ അതിൽ ആരോപണമായി ഉയർത്തുന്നത് കോഴ വാങ്ങിയതല്ല, ആഡംബര ജീവിതം നയിക്കുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നു എന്ന തീരുമാനമാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മാറ്റുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയൂ. റിജിൽ, എങ്ങനെയാണ് റിജിൽ ഇതിനെ കാണുന്നത്? ശ്രീ അരുൺകുമാർ, യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നപ്പോൾ ഇപ്പോൾ പ്രമോദ് കോട്ടുളി ഇതൊരു ചെറിയ കുത്തുളിയാണ്. ഈ കുത്തുളിയേക്കാളും വലിയ കോടാളികൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലായത്. CPM-ൻ്റെ കോഴിക്കോടായാലും കണ്ണൂരായാലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കിടയിൽ വലിയ രൂപത്തിലുള്ള അഴിമതിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോഴ വിവാദങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്ന ഈ പ്രമോദ് കോട്ടുളിയുമായി ബന്ധപ്പെട്ട് PSC പിന്നെ മെമ്പർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണം വാങ്ങിയെന്നുള്ളത്. തീർച്ചയായും ആ പരാതി വന്നപ്പോൾ PSC പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർ ഏറെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു സംവിധാനം നമുക്കറിയാം, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ വിശ്വാസ്യത ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ കളഞ്ഞു കുളിച്ചു എന്നതിൻ്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ശിവരഞ്ജിത്തും നസീം എന്ന് പറയുന്ന ക്രിമിനലുകൾ 1ഉം 2ഉം റാങ്കിൽ പോലീസ് ലിസ്റ്റിനകത്ത് വന്നത്. നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് PSC പരീക്ഷക്കകത്ത് തന്നെ നടക്കുന്നതിനകത്ത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ PSC-യിലേക്ക് ഉള്ള നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 60 ലക്ഷം രൂപയുടെ അഴിമതി ഇത് പുറത്തു കൊണ്ടുവന്നതാരെ, ഇതിപ്പം ഈ ഭൂതത്തെ തുറന്നു വിട്ടതാരെ നമ്മളാരും അല്ലല്ലോ. CPM-നകത്തുള്ള ഒരു പരാതി പുറത്തു വരാനുള്ള കാരണം ആ പാർട്ടിക്കകത്ത് വിഭാഗീയതയായിരിക്കും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നു. അത് ഈ വിഷയമായതുകൊണ്ട് ഈ PSC വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം തന്നെ ആകെ പിന്നെ സ്വതവേ പിന്നെ ഗർഭിണി പിന്നെ ദുർബല എന്ന് പറയുന്ന അവസ്ഥയാണ് CPM-ൻ്റെ അവസ്ഥ. ഇന്ന് തെരഞ്ഞെടുപ്പോടുകൂടി ആകെ മൊത്തത്തിൽ ഇവരെ നാറ്റക്കേസിൻ്റെ പടുകൂടിയിലാണ്. ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായി എല്ലാ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്തും ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി കൂനിന്മേൽ കുരുകുന്നത് പോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇയാൾക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുക്കുമ്പോൾ എന്താണ്, ഇപ്പം നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി മോഷ്ടിച്ച് കൊണ്ടുപോയി, കള്ളനെ പിടിച്ച കള്ളൻ പറയുന്നു ഇതാ ഞാൻ സാധനം ഞങ്ങൾക്ക് തിരിച്ചു തരാം, എന്നിട്ട് നമുക്ക് സിനിമയുടെ ഡയലോഗ് പറയുമ്പോൾ ഒന്ന് നമുക്ക് കോംപ്ലിമെൻറ്റ്സ് ആക്കാമെന്ന് പറഞ്ഞതുപോലെ ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ പണം വാങ്ങി കണ്ടു, പരാതി വന്നു, ആ പണം എന്ത് ചെയ്തു, ആ ആൾക്ക് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നമില്ല. പക്ഷേ ഈ പണം വാങ്ങിയ ആളെ നടപടിയെടുക്കണം. അപ്പോൾ ആ നടപടിയെടുക്കാൻ ഒരു പുതിയ മാനം കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് പിന്നെ ബന്ധവും അതോടൊപ്പം തന്നെ ആഡംബര ജീവിതമൊക്കെ ഇവർ കണ്ടെത്തുന്നത്. പാർട്ടി അങ്ങനെയാണല്ലോ, ഇപ്പോൾ തീവ്രത അളക്കാൻ പോയൊരു പാർട്ടിയാണ് സംബന്ധിച്ചിടത്തോളം പരാതി പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ അന്വേഷിക്കും, പാർട്ടി തീരുമാനം എടുക്കുകയാണ്. പാർട്ടി കോടതി ഉണ്ടെന്ന് അവർ നേതാവ് തന്നെയാണ് അന്തരിച്ചുപോയ ജോസഫൈൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞത്, നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പാർട്ടി ഇതിനകത്തൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആഡംബര ഫോളോ ചെയ്യുന്നുണ്ട്. ആ വാർത്തയിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് നാളെ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ച് ഈ വിവരങ്ങളൊന്നും പുറത്തു വരാതെ NMPS-നെ ഏരിയ കമ്മിറ്റിയിലേക്ക് ഏരിയ സെക്രട്ടറി ആയിട്ട് മാറ്റിയാൽ പോലും ഈ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം അവിടെ നിൽക്കുന്നു. കാര്യം ഇതൊക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതാത് സോഴ്സുകളിൽ നിന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് പറയുന്നതാണ്. പക്ഷേ പരിമിതികളുണ്ടല്ലോ സ്വാഭാവികമായും. കാര്യം അവർക്ക് തന്നെ അവരെ കോട്ട് ചെയ്യണം. ഓഫ് റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ പറയരുത് എന്ന് അവർ പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഒരു പരിമിതി. റിജിൽ മാക്കുറ്റി, അപ്പോഴും എൻ്റെ ചോദ്യം, നിങ്ങൾ ഇതിനകത്ത് പോയി തലവെച്ച് കൊടുത്തത്, പ്രത്യേകിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത്, ഒരു രേഖയുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് യഥാർത്ഥത്തിൽ CPM-ൻ്റെ നിലപാടിനെ ബലപ്പെടുത്തുകയല്ലേ ചെയ്യുക? കാര്യം ഒരു അന്വേഷണവും അതിന്മേൽ സാധ്യമല്ലല്ലോ, ഒരു രേഖയുമില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ നിങ്ങൾ ഈ CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. ശ്രീ അരുണേ, ഈ ഒരു CPM-നകത്താണല്ലോ ഇത് കൊടുക്കലും വാങ്ങലൊക്കെ നടത്തിക്കൊണ്ട് കാണുന്നൊരു ജനമുണ്ടല്ലോ. ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല, അവരിത് കാണുന്നുണ്ട്. ഇതെന്താണ് ഇവരെ തിരുത്തൽ, എന്താണ് ഇവർ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇവർ നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പാർട്ടി കോട്ടകളൊക്കെ ഒഴുകിപ്പോയത്.
അല്ലേ? അപ്പോൾ ഇവർ തീർത്തോട്ടെ. പക്ഷെ തീർത്താലും ഇതിനകത്ത് കൃത്യമായ രൂപത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനകത്ത് തന്നെ ഇന്ന് പുറത്ത് വരുന്നു. ഇപ്പം സ്റ്റാലിനിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, ഇരുമ്പ് മറക്കുള്ളിലൊന്നുമല്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാധ്യമങ്ങൾക്ക്, അതുപോലെ മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ചോർന്ന് കിട്ടുന്നുണ്ട്. ഈ നേതാക്കന്മാർ എന്തൊക്കെ വഴിവിട്ട് നടത്തുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവ് വരിക. ഇപ്പോൾ ഒരു പുത്തൻ പണക്കാരൻ PR അമർ എന്ന് പറയുന്ന ഒരു അമറിൻ്റെമായി ബന്ധപ്പെട്ട്, അമറാണ് ഇപ്പോൾ കോഴിക്കോടെ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട കോഴിക്കോടെ കോതി മാലിന്യ പ്ലാന്റ്, ആവിക്കൽ മാലിന്യ പ്ലാന്റ് ഒക്കെ ബന്ധപ്പെട്ട് ഭീകരമായ അഴിമതി കോർപ്പറേഷന്റെ ഭാഗത്ത് വലിയ ഏരിയ കമ്മിറ്റിയിലുള്ള വരവും പോക്കും ഒക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, അയാളുടെ കാർ ഉപയോഗിച്ചുകൊണ്ടാണ് എളമരം കരീം യാത്ര ചെയ്തതെന്നുള്ളത് സംബന്ധിച്ച് അറിയാലോ. ഈ അമർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ റിയാസിന്റെ ഏറ്റവും അടുത്ത അനിയായിരുന്നു. ഈ കോട്ടുളി ആരാണ്? റിയാസിന്റെ അനിയായാണ്. ഇപ്പൊ പാർട്ടിക്കകത്ത് അവിടെ വിഭാഗീയതയുണ്ട്. എളമരം കരീമും മോഹൻ മാഷ് നേതൃത്വം കൊടുക്കുന്ന ഒരു വിങ് അവിടെയുണ്ട്. ഇപ്പൊ അതിന്റെ കൂടെ ഇവർ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നാട്ടിലെ രാഷ്ട്രീയം കാണുന്നത് ഒറ്റ മണി ഞാൻ എന്റെ കാര്യം ഇതാണ്. ഇത് പിന്നെ സ്വർണ്ണക്കള്ള ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയായി ബന്ധം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ DYFIയുടെ ജില്ലാ പ്രസിഡന്റും CPMന്റെ പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ജയരാജൻ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയുടെ ഏജന്റാണ്. എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? അയാൾ ഏതെങ്കിലും പാർട്ടി വിഭാഗീയ പ്രവർത്തനം നടത്തി പുറത്തായ ആളൊന്നുമല്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്റെ കൂടെ പ്രവർത്തിച്ച ഒരു ജില്ലാ സെക്രട്ടറി സ്വർണം കടത്തി എന്നുള്ളത് കൃത്യമായി കണ്ട് പരാതി കൊടുത്തല്ലോ. അയാൾ യുവജന കമ്മിറ്റി ചെയർമാനല്ലോ. ഇതെന്താ കോഴിക്കോട് പിന്നെ കണ്ണൂർ വേറെയാ? ഇതെന്താ വെള്ളാരിപ്പട്ടണ? ആ സംഘങ്ങളുമായി ഇവരുടെയൊക്കെ തണലിലാണ് തഴച്ചു വളരുന്നത്. കൊട്ടേഷൻ സംഘവുമായിട്ടും പൊട്ടിക്കൽ സംഘവുമായിട്ടും മറ്റൊരു ചാനലിലും മനു വർഗീസിനുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മനു തോമസിനെ പോലെ ഒരാള് ഇത്തരം ആരോപണം ഉന്നയിച്ച് കൃത്യമായ ഒരു മറുപടി പാർട്ടി അങ്ങ് പറഞ്ഞു പോലെ. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള നമുക്ക് ചന്താരകം എന്ന് പറഞ്ഞ് കണ്ണൂർ പിടിച്ചു വിളിക്കുക ജയരാജനെതിരെ ഈ ആരോപണം വന്നിട്ട് ഒന്ന് കൃത്യമായി പ്രതികരിക്കാൻ പാർട്ടിയിൽ ആകാശത്തില്ലെങ്കിൽ വിശദീകരണം നടത്തി. അതെല്ലാം വാസ്തവമായിരുന്നു. ആരോപണങ്ങൾക്ക് കഴമ്പില്ലാത്തതുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്നാണെന്ന് ഈ കേസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഇതിൽ പല അടരുകളുണ്ട് ശ്രീ NMPS. ഈ എല്ലാ അടരുകളും വന്ന് നിൽക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വ്യാപാരികളിലേക്ക് കൂടിയാണ്. അതിൽ ചില പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു അമർ, ഒരു നിഖിൽ. അപ്പോൾ ഈ അമറിൻ്റെ കാറാണത്രേ ഈ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഉപയോഗിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അവരുടെ ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ വിഷയമായി വരികയും അവർ രണ്ട് നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുവെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു വെർട്ടിക്കലായിട്ടുള്ള സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നും, ഒരു ഭാഗത്ത് ജില്ലാ സെക്രട്ടറിയും ഒപ്പം ഇളമരം കരീമും ഒക്കെ അടക്കമുള്ള ഒരു സംഘവും, മറുഭാഗത്ത് മുഹമ്മദ് റിയാസും മറ്റു ചില നേതാക്കളും യുവ നേതാക്കളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുവെന്നും ഒക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കോഴ വിഷയം പാർട്ടി ചർച്ച ചെയ്തു. 18-ൽ 14 പേരും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നേരിട്ട് കോഴക്കേസിലാണ് എന്നത് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇതാ ആഡംബര ജീവിതം നയിക്കുന്നു, റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ? ഇതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണോ? ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആകാശ് തില്ലങ്കരിക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അതിനെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ, ആ ആകാശ് തില്ലങ്കരിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ബന്ധുക്കളാണ് എന്ന് ഒരു നേതാവിന് പറയേണ്ടി വന്ന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ, ഈ കൽക്കത്ത മുതൽ തുടങ്ങിയ ഈ തിരുത്തലുണ്ടല്ലോ, അതെന്ന് തുടങ്ങും? അതിങ്ങനെയൊക്കെ സാധ്യമാണോ എന്നൊരു വലിയ ചോദ്യമുണ്ട് ശ്രീ NMPS. ഡോക്ടർ അരുൺകുമാർ, ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നിരീക്ഷിച്ചത് നമ്മളാരുമല്ല, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവും അതേപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമൊക്കെയാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പാർട്ടിക്കകത്ത് പണാധിപത്യവും പാർട്ടി നേതാക്കൾക്ക് പണാർത്തിയും അതേപോലെ തന്നെ പലയിടങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി കച്ചവടക്കാരുമായിട്ട് വലിയ തരത്തിൽ ബന്ധമുള്ള ദല്ലാളുകളുടെ സംഘമായിട്ട് പാർട്ടിയുടെ ഒരു കഷ്ണം മാറി തീർന്നിട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക് പാർട്ടി മൊത്തം എത്തുന്നത്. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. പക്ഷേ
ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാടെടുത്ത് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് CPM നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും പ്രശ്നവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ കേരളത്തിലെ പാർട്ടിയെ പരിശോധിക്കുന്ന സമയത്ത് കുറേ നേതാക്കൾ പാർട്ടിയെ ദല്ലാൾ പണിക്ക് വിധേയമാക്കി സമ്പന്നമാകുന്നവരായി ഉണ്ട് എങ്കിൽ അതിനേക്കാൾ എത്രയോ വരുന്ന മഹാഭൂരിപക്ഷമാണ് യാതൊരു വിധത്തിലും പാർട്ടി ഉപയോഗിച്ച് ഒരു പണവും പറ്റാതെ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള സഹാക്കളെന്നത്. ആ സഹാക്കൾക്ക് മിണ്ടാൻ പറ്റാത്ത തരത്തിൽ അവരെ എല്ലാം നിശബ്ദരാക്കുന്ന തരത്തിൽ പാർട്ടി സംവിധാനവും പാർട്ടിയും ചട്ടക്കൂടും മാറിപ്പോയ ഒരു കാലത്തിൻ്റെ അവസാന രംഗത്ത് നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ നിരീക്ഷിക്കുന്നത്. കാരണം പാർട്ടിക്കകത്ത് പാർട്ടി സംവിധാനത്തിൻ്റെ പാർട്ടി ചട്ടക്കൂടിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിച്ചിരുന്ന് അതിൻ്റെ ഒരു ഡൈനാമിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി ചർച്ചകൾ തന്നെയാണ്. ഉൾപാർട്ടി ചർച്ചകൾക്കകത്താണ് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ക്ലീഷേ പോലെയുള്ള ഈ സ്വയം വിമർശനവും എന്ന് പറയുന്നതായിട്ടുള്ള വാക്കുകൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയണമെങ്കിൽ സ്വയം വിമർശനവും എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു പോയ കുറേ കാലങ്ങളുടെ കുറേ വർഷങ്ങളുടെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു. ആ വിഭാഗീയതയാണ് നമുക്ക് അവസാനം പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള വിഭാഗീയതയുടെ ഒരു ചിത്രമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അന്ന് രണ്ട് പക്ഷമായിട്ട് നിന്ന് ചർച്ച ചെയ്തെടുത്ത സമയത്ത് ഒരു പക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അഴിമതി കാണിക്കുന്ന ആളുകളെ, എല്ലാ തരത്തിലുള്ള കച്ചവട മാഫിയകളുമായി ബന്ധമുള്ള ആളുകളെ സംരക്ഷിച്ച് ആ വിഭാഗീയ പ്രവർത്തനത്തിനകത്ത് വിജയം നേടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വിജയം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അവസ്ഥാന്തരമാണ് നമ്മുടെ പുതിയ പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഏകഛത്രാധിപതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പാർട്ടി സെക്രട്ടറിയുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിത്തീർന്നത്. അങ്ങനെ മാറിത്തീർന്ന ഘട്ടത്തിലാണ് ഈ ഉൾപാർട്ടി ചർച്ചകൾ സമ്പൂർണ്ണമായിട്ട് അവസാനിച്ചു പോയത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട കാലത്താണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഇതിനകത്ത് വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ CPM മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് സംഘങ്ങൾ വിഴുങ്ങിയ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഈ പ്രമോദ് കോട്ടുളി വാങ്ങി എന്ന് പറയപ്പെടുന്ന 22 ലക്ഷം രൂപ ഈ പരാതിക്കാരിക്ക് തിരിച്ച് നൽകിയിരിക്കുന്നു എന്നാണ്. അതോടുകൂടി ഇനി തങ്ങൾക്ക് പരാതിയില്ല എന്ന നിലപാടിലാണ് ഈ ബിസിനസ്സുകാരനായ ഭർത്താവും. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയും ഉണ്ടാവില്ല. ആ പരാതിയുടെ ഉദ്ഭവസ്ഥാനം തന്നെ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള തുടർച്ച എങ്ങനെയാണ്? പാർട്ടി നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ആഡംബര ജീവിതത്തിൻ്റെ പേര് പറഞ്ഞ് ഈ പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. അങ്ങനെ ഇത് സ്വാഭാവിക മരണമടയും. നേരത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും ഇതേ വിഷയം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ വരികയും ചർച്ച ചെയ്യുകയും ഇങ്ങനെ അവസാനിക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം പറഞ്ഞ് നേതാവിനെതിരെ നടപടിയെടുക്കുന്നു, അത് പിന്നീട് അദ്ദേഹത്തെ പുതിയ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുന്നു. ഇതൊരു തുടർച്ചയായി മാറുന്നത് പാർട്ടി എത്രമാത്രം കരുത്തുറ്റതും ക്ഷീണിച്ചതുമാക്കും? അല്ല, ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പാർട്ടി സ്വരൂപം എന്ന് പറയുന്നത് വളരെ വളരെ ദുർബലമായി തീരുന്നു. അങ്ങനെ ദുർബലമായി തീർന്ന് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയാൽ ആ പാർട്ടി സ്വരൂപത്തിനകത്ത് സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്കോ അതേപോലെ വിമർശനങ്ങൾക്കോ യാതൊരുമായിട്ടുള്ള പ്രസക്തി ഇല്ലാതായിത്തീരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർട്ടി ഒരു രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒന്ന് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. എത്രയോ ആളുകളാണ് യാതൊരു വിധത്തിലും പണം സമ്പാദിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി ആഹോരാത്രം പണിയെടുത്ത് ഇതിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ. എന്നാൽ കൈവിരലിൽ എണ്ണാവുന്ന ആളുകൾ, വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം നേതാക്കളൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത്തരത്തിൽ പണമുണ്ടാക്കിയായിരിക്കുന്ന ഒരുപാട് നേതാക്കളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള CPM പ്രവർത്തകർക്ക് കഴിയും, പുറത്തുള്ളവർക്കും കഴിയും. ഞാൻ പറയുന്നത് CPM മാത്രം പ്രശ്നമല്ലത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പാർട്ടിയിലേക്ക് വരുന്നവർക്ക് എന്നുള്ളത് MV ഗോവിന്ദ മാഷ് പറയുകയും ചെയ്തു ഈ തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ NMPSN, നമ്മുടെ ഒരു അതിഥി കൂടിയുണ്ട് നമുക്കൊപ്പം, ശ്രീ K. ഗണേഷ്. ശ്രീ K. ഗണേഷ്, എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? BJPയുടെ കയ്യിലും തെളിവുകളൊന്നും
തോന്നുന്നില്ല. ഈ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഇത് PSC എന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്നുവെന്ന്. അങ്ങനെ പറയാനുള്ള ഒരു അവകാശവും BJPക്കില്ല എന്നതാണ് വാസ്തവം. നീറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളെല്ലാം ചോർന്നു, കെട്ടിയ പാലങ്ങളെല്ലാം ചോർന്നു, കെട്ടിയ എയർപോർട്ടുകളെല്ലാം ചോർന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ കോഴ വിവാദത്തിൽ BJP ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ശ്രീ K. ഗണേഷ്, ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയത് ഏതെങ്കിലും BJP നേതാവിൻ്റെ അനുഭാവികളോ അല്ലല്ലോ. ആ നീറ്റ് പരീക്ഷാ വിഷയത്തിൽ BJP എടുത്ത നിലപാട് BJP സംഘടനാപരമായിട്ട് അന്വേഷിച്ചോളാം, കേസെടുക്കേണ്ട എന്നല്ലല്ലോ. ആ വിഷയത്തിലും കേസെടുത്തിട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്ന് അരുൺകുമാറിന് അറിയാലോ. അപ്പോൾ BJPയെ കരിവാരി തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യത്തിൽ. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള പിൻവാദികൾ നിയമനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പാർട്ടി നേതാക്കന്മാർ പൈസ ഉണ്ടാക്കുന്നില്ല എന്നതൊന്നല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. അത് അവരുടെ പാർട്ടി കാര്യമാണ്. അത് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. മറിച്ച് ലക്ഷക്കണക്കിനായിട്ടുള്ള യുവാക്കൾ കേരളത്തിൽ ഈ PSC പരീക്ഷയെ ആശ്രയിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എന്താ പറയുക, അവരുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അവർക്ക് യാതൊരുവിധ വിലയുമില്ല. കാരണം PSCയിലേക്ക് ആളെ ഇത് രണ്ട് തരത്തിൽ പറയുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, അല്ല ഇനി അംഗത്വമായി ഏതാണെങ്കിലും ഒരു PSC എന്ന് പറയുന്ന വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥാപനത്തെ ഇത്രയേറെ കേരളത്തിൽ അതിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും നശിപ്പിച്ചത് ഈ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. അത് യാതൊരുവിധ സംശയവുമില്ല. കാരണം അത് നമ്മളുടെ മുന്നിലുള്ള അനുഭവമാണ്. ആ ശിവരഞ്ജിത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യം തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമായിരുന്നില്ല. കാരണം ശിവരഞ്ജിത്തിൻ്റെ അതും കത്തിക്കുത്ത് കേസിൽ പോലീസ് അകത്ത് കടന്ന സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തര പേപ്പറും ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അല്ലാതെ ഇവിടെ പ്രമോദ് കോട്ടൂളി എന്താ പറയുക പണം കട്ടെടുത്തു, ആ പണം തിരിച്ചു കൊടുത്ത് മാതൃകയായ സഖാവായി, ആ മാതൃകയായ സഖാവിന് മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചല്ല നമുക്ക് ഞങ്ങളുടെ പരാതി. അത് അവരുടെ പാർട്ടി കാര്യങ്ങൾ, എന്ത് പണം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും PSനെ പോലുള്ള ആളുകൾ അതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചോട്ടെ, അതല്ല ഞങ്ങളുടെ മുന്നിൽ പരാതി. കാരണം ഈ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ സമരവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ പ്രചരണവും ഇത് ഇവിടുത്തെ PSCയെ നോക്കുകുത്തിയായി അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന സമീപനമാണ്. ഇവിടുത്തെ CPMൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്തരം തെളിവുകളൊന്നും വേണ്ടതല്ല. ഇപ്പം ഞാൻ കോഴിക്കോട്ടുകാരനാണ്, എനിക്കറിയാം. നമ്മളൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ പറയുന്ന ചില പേരുകൾ, ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന പേരുകൾ, DYFIയുടെ ജില്ലാ സെക്രട്ടറിയും SFIയുടെ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ആളുകളാണ് ഈ പറയുന്ന പല ആളുകളുടെ പേരുകൾ, ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ. അപ്പോൾ ഒരു സാധാരണ ഒരു പ്രമോദ് കോട്ടൂളി, ഒരു ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി റിയൽ എസ്റ്റേറ്റ് ജീവിതം അല്ലെങ്കിൽ ഉന്നതമായ ജീവിതം നയിച്ചു, അതുകൊണ്ട് പുറത്താക്കി കളയാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് അവരുടെ ഉന്നതമായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ആയിരിക്കും. കോഴിക്കോട്ടെ ആളുകൾക്ക് തന്നെ അറിയാം അവരെങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, മന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നടത്തിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും എത്രയെത്ര വാർത്തകൾ ഏതൊക്കെ ചാനലുകൾ വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആ കാര്യം പറഞ്ഞ് ഇവരെ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രമോദ് കോട്ടൂളി തിരിച്ചു ചോദിക്കുമല്ലോ, ഇന്ന നേതാവ് അവിടെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം നടത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ കാറിലാണ് അത്തരം നേതാക്കന്മാർ വരുന്നത് എന്ന് കാണുന്നില്ലേ. അപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ ഇവരൊരു കൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൊള്ള സംഘമാണ് കേരളത്തിലെ CPM എന്ന് പറയുന്നത്. ആ കൊള്ള സംഘം കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ നിരന്തരമായിട്ട് വഞ്ചിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ സർക്കാരിന് അധികാരത്തിലേറ്റിയത്. ആ സർക്കാരിന് അധികാരത്തിലേറ്റിയ ജനങ്ങളെ ഒരു കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സമീപനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ കോഴിക്കോട് എനിക്കറിയുന്നത് കോഴിക്കോടായതുകൊണ്ടാണ്. കേരളം വ്യാപകമായിട്ട് ഓരോരോ ജില്ലകളിലും നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ നേതാവ് തന്നെയല്ലേ അവിടുത്തെ കൊള്ള സങ്കേതങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ നടക്കുന്ന മാഫിയ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ MLA-മാരും MP-മാരും ഒക്കെ അടങ്ങുന്ന ആളുകളാണ് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഇവർക്ക് ഞാൻ ഇതിന് മുന്നേ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്ക് തെറ്റ് തിരുത്തുന്ന സമയം എന്ന് ഇവർ പറയുന്നു. ഇവർക്ക് ഒരിക്കലും തെറ്റ് തിരുത്താൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം വരെ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അന്വേഷണം നടത്തി ഈ കാര്യത്തെ ഏകദേശം ശരിയെന്ന തരത്തിലുള്ള
തലത്തിലായിരുന്നു ഗോവിന്ദ മാഷ് സംസാരിച്ചത്. ഇന്ന് ഗോവിന്ദ മാഷ് എന്താ പറയുന്നത്? കാരണം ഗോവിന്ദ മാഷ് അതിന് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോയാൽ ഇതിന്റെ കണ്ണി വ്യാപിച്ച് AKG സെന്ററിലേക്കും അതേപോലെ തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് മരുമകന്റെ വീട്ടിലേക്കും ഒക്കെ പോകുന്ന ഒരു വലിയ കണ്ണിയാണ്. നോക്കൂ, ഗണേഷ് സൂചിപ്പിച്ചതുപോലെ, NMPSN സൂചിപ്പിച്ചതുപോലെ, റിജിൽ മാക്കുറ്റി സൂചിപ്പിച്ചതുപോലെ ഇതൊരു അർബുദമായ പാർട്ടിയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളും നടപടിക്രമങ്ങളും തന്നെയാണോ ഇനിയും ഇത് തുടരേണ്ടത്? അതായത് പാർട്ടിയുടെ ഫോറങ്ങളിൽ ചർച്ച ചെയ്യുക, തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. പക്ഷേ ഇത് PC എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണ്. നേരത്തെ പാലക്കാട് നിന്ന് വന്ന കേസ് ഒരു സ്ത്രീയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കുകയും ആ പാർട്ടിക്കുള്ളിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ഈ കാര്യത്തെ മറച്ച് ഈ കുറ്റാരോപിതരെ രക്ഷിക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അതിവിടെയും തുടരുന്നു എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ആരോഗ്യത്തിനും, നേരത്തെ NMPSN ഉപയോഗിച്ച വാക്ക് പാർട്ടിയുടെ സ്വരൂപം, ആ പാർട്ടിയുടെ സ്വരൂപത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയെ ദുർബലപ്പെടുത്തില്ലേ എന്നതാണ് ചോദ്യം. ജയചന്ദ്രൻ, അതിന് ഇങ്ങനെയാണോ തുടരേണ്ടത്? എനിക്കറിയില്ല. ഇത് പാർട്ടി ഭരണഘടന അനുസരിച്ച് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളുമായി പങ്കുചേരുന്നവർക്കെതിരെ ഒരു പരാതി കിട്ടിയാൽ 1.5 മാസത്തോളം വൈകിപ്പിച്ചതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടപടിയെടുക്കാനല്ലോ ആവശ്യപ്പെടുന്നത്. അവിടെ തന്നെ ആ പാർട്ടിയുടെ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് സംഘടനാ രീതി പരാജയപ്പെട്ടു പോയി. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ പിന്നീട് ഈ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ നിയമത്തിൻ്റെ വഴി തേടൂ എന്ന് പറഞ്ഞ് പുറത്ത് കാണിച്ചു കൊടുക്കണം. ഇത്തരം കോട്ടുളിമാരെ ചാട്ടുളിമാരാക്കി ഈ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് വേണ്ടത്. അല്ലാതെ പാർട്ടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ വിടുകയാണോ വേണ്ടതെന്ന ചോദ്യം പ്രസക്തമല്ലേ ജയചന്ദ്രൻ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ എൻ്റെ ഒരു ന്യായമായ സംശയം ചോദിക്കുകയാണ് താങ്കളോടും ഈ പാനലിലുള്ള ബാക്കിയുള്ളവരോടും കൂടെ ചേർത്താണ്. ഈ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞത് അത് നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണോ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസി RERA എന്ന് പറഞ്ഞ ഔദ്യോഗിക സംവിധാനം തന്നെയുണ്ട് സർക്കാരിന്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തോ ക്രിമിനൽ കുറ്റമാണ് എന്ന തരത്തിലുള്ള സ്ഥിരം ഒരു അവബോധ നിർമ്മിതി അതെന്തിനാണ്? അതുമായി ബന്ധപ്പെട്ട കൊൽക്കത്ത പ്ലീനത്തിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധമടക്കമുള്ള ജീവിതത്തിൽ ഏർപ്പെടുന്ന പാർട്ടി നേതാക്കൾ അവരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ തെറ്റുതിരുത്തണമെന്ന് പറയുന്നത് ആ പാർട്ടി പ്ലീനത്തിലാണ്. അല്ല, അതായിക്കോട്ടെ, ഞാൻ അതല്ലല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ അത് കൊള്ളക്കാരുടെ സംഘമാണ് എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള വ്യഗ്രതയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. ഏർപ്പാടല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, താങ്കളത് പറഞ്ഞത് നന്നായി. എന്താണെന്നറിയാമോ, ഞാൻ കുട്ടനാട്ടുകാരനാണേ. കുട്ടനാട്ടിൽ ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. അതായത് കുട്ടനാട്ടിൽ യഥാർത്ഥ കർഷകനോ യഥാർത്ഥ കർഷക തൊഴിലാളിയോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണവും. ഞാൻ പറയാറുള്ളത് എഴുതാറുള്ളത് അങ്ങനെയാണ്. കാരണം യഥാർത്ഥ കർഷകൻ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മാത്രം, നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ തെങ്ങിൻ തോട്ടങ്ങൾ മാത്രം സ്വന്തമായിട്ടുള്ള കർഷകനാണെങ്കിൽ വേറെ യാതൊന്നുമില്ല വരുമാന മാർഗമായിട്ട്. അങ്ങനെ ഒരൊറ്റ കർഷകൻ പോലും കുട്ടനാട്ടിലില്ല. കാരണം ആ എല്ലാ വീടുകളിലും ഒരു പുറം വരുമാനമുണ്ട്. അതുപോലെ തന്നെയാണ് കർഷക തൊഴിലാളി എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ കർഷക തൊഴിലാളി എന്ന് പറയുന്ന ഒരു കുടുംബം കുട്ടനാട്ടിലില്ല. കാർഷിക മേഖലയിലെ തൊഴിൽ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കർഷക തൊഴിലാളിയും കുട്ടനാട്ടിലില്ല. കാരണം ആ വീടുകളിലെല്ലാം ഒരു പുറം വരുമാനമുണ്ട്, മറ്റൊരു വരുമാനമുണ്ട്. അത് കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിലുണ്ടായ അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ ഭാഗമാണ് സർ. അത് വെറുതെ അങ്ങ് എഴുതിത്തള്ളാനും നെഗേറ്റ് ചെയ്യാനും ആർക്കും കഴിയില്ല. അതൊക്കെ ഉണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യം മറ്റതിലേക്ക് ഞാൻ വഴിതെറ്റിച്ച് പോവില്ല. മറ്റേ ഈ താങ്കൾ CPM-മായി ബന്ധപ്പെട്ട ചോദ്യം പ്രസക്തമാണ്, ഏറ്റവും പ്രസക്തമാണ്. അതുതന്നെയാണ് ഈ പ്രമോദ് കോട്ടൂളിയുടെ പ്രശ്നം പറയുമ്പോൾ ഞാൻ അതുമാത്രമല്ല, മുൻപ് ഒരു റിപ്പോർട്ടിൽ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, അവിടെ ഒരു കോക്കസ് തന്നെയുണ്ട്. അതിൽ CPM-കാർ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കോക്കസ് കോഴിക്കോട്ട് വളരെ സജീവമാണെന്ന്, ആക്റ്റീവാണെന്നേ. അതടക്കം നിയമത്തിന് നിയമവിധേയമായി തന്നെ പോലീസ് അടക്കം മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അക്കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഇവിടെ ഈ പ്രശ്നത്തിൽ താങ്കൾ ബിസിനസ്സുകാരെന്ന് പറഞ്ഞല്ലോ, ആ ഡോക്ടറുടെ ഭർത്താവിനെ, ഡോക്ടർ അരുൺകുമാർ, എൻ്റെ അറിവിൽ അദ്ദേഹവും ഒരു ഹോമിയോ ഡോക്ടറാണ് കേട്ടോ. എന്നാണ് എൻ്റെ അറിവ്. സ്ഥാപനത്തിന്റെ പേരും എൻ്റെ കയ്യിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. കാര്യം നേരിട്ട് പരാതി നമ്മുടെ ഓഫ് റെക്കോർഡാണ്. അതുകൊണ്ടാണ്. അതെ, വ്യവസായ സമരം നടത്തുന്ന ആളാണ്. 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 വ്യ
ആ പേര് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, പോട്ടെ. എന്തായാലും പിന്നെ അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോഴിക്കോട് പാർട്ടിയിൽ കോഴിക്കോട് മാത്രമല്ലാതെ കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, മറ്റ് ജില്ലകളിലെല്ലാം ഉണ്ട് എന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. ഞാൻ പേഴ്സണെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ ഗണേശും റിജിൽ മാക്കുറ്റിയും പറഞ്ഞത്. അപ്പം അവരുടെ പാർട്ടി പരമശുദ്ധം, പരമപവിത്രം അല്ലേ? എന്താണ് ഈ പറയുന്നത്? ഈ ഒരു ചർച്ചയിലിരുന്ന് പിന്നെ ഈ ഗണേശനോട് ആദ്യം ചോദിക്കാം, BJP അതിൽ കൂട്ടണ്ട എന്ന് പറഞ്ഞല്ലോ. ഭരണഘടനാ വിരുദ്ധം, പിന്നെ രാജ്യതാൽപര്യത്തിന് വിരുദ്ധം എന്ന് പറഞ്ഞ് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി കഴുത്തിന് ഞെക്കിപ്പിടിച്ചു കേന്ദ്ര സർക്കാരിന്റെ. എന്തിനാണെന്നറിയാമോ? 2023 ദിവസത്തെ പരമ്പര എഴുതിയാളാണ് ഞാൻ. നേതാവായിട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയുമായിട്ടുള്ള G. സുധാകരനാണ് പറഞ്ഞത്. അതെ, അല്ല ഞാൻ പറയാം, അവിടെ നിൽക്കൂ, താങ്കളോട് ധൃതി പിടിക്കാൻ നിൽക്കൂ. G. സുധാകരനായിട്ട് എനിക്ക് വളരെ വലിയ ഒരു സഹോദര ഈ സമാനമായ ബന്ധമുള്ള ആളാണ് ഞാൻ. സംസാരിക്കാറുമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിനെ വെറുതെ BJP ചർച്ചയിലേക്ക് കൂട്ടിക്കുഴയ്ക്കണ്ട. അദ്ദേഹത്തിന് വളരെ സുതാര്യമായ നിലപാടുള്ള മനുഷ്യനാണ്. അത് വേറെ കാര്യം. അത് ഞാൻ പറഞ്ഞ ഇതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ആ പാർട്ടിയുടെ നിലപാട്? സുപ്രീം കോടതിയാണ് പറഞ്ഞത്, എന്നെപ്പോലുള്ള സാധാരണ പൗരന്മാരല്ല പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻ ചെയ്തോ? എന്തെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിൽ വേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് ഈ നിമിഷം വരെ BJPക്ക് തോന്നിയിട്ടുണ്ടോ? നാഷണൽ എക്സിക്യൂട്ടീവിന് തോന്നിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന് തോന്നിയിട്ടുണ്ടോ? താങ്കളടക്കമുള്ള പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ച് ദയവായി പിന്നെ ഇങ്ങനെ ഗർജിക്കാതിരിക്കൂ. എല്ലാ പാർട്ടികൾക്കും അവരവരുടെ അപജയങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഞാനും അംഗീകരിക്കും. അതൊക്കെ അത് CPM ആണെന്നുണ്ടെങ്കിൽ ഭരണ പാർട്ടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അത് തിരുത്തി പോകാനായിട്ട്. അത് ഭരിക്കുന്ന പാർട്ടി 8 വർഷമായിട്ട് കേരളത്തിൽ. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഒരു ഉത്തരവാദിത്വം, അവരങ്ങനെ ചെയ്യുകയും വേണം. അങ്ങനെ ഉറച്ച് പറയുന്ന ആളുമാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് അവർ മാത്രമാണ് എല്ലാ ജില്ലകളിലും CPMകാർ താഴെ മുതൽ മുകൾ വരെ കുഴപ്പക്കാരാണ്. അതിന് ഉത്തരവാദി ആരാ? പിണറായി വിജയനാണ്. പിന്നെ ആരാ? മുഹമ്മദ് റിയാസാണ് കോഴിക്കോട്. അത്തരത്തിലുള്ള സമവാക്യങ്ങളുമായിട്ട് ദയവായി ഇറങ്ങാതിരിക്കുക. അത് കേരളത്തിൽ വെന്തു പോവില്ല. ഓക്കെ, ശരി. മറ്റു പാനലിസ്റ്റുകളുടെ മറുപടി കൂടി ഞാൻ എടുത്തിട്ട് വരാം. ശ്രീ M. ജയചന്ദ്രൻ, റിജിൽ മാക്കുറ്റി, താങ്കളെ അടക്കം കോൺഗ്രസിനെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞത്. എല്ലാ പാർട്ടികളിലും അപജയങ്ങളും പുഴുക്കുത്തുകളും ഉണ്ടാവും. ആ പുഴുക്കുത്തുകളെ അതാത് പാർട്ടി സംവിധാനം അനുസരിച്ചും നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ പാർട്ടിയിൽ ഒരു സംവിധാനം ഉണ്ടാവും. ഇതാ ഇടതുമുന്നണിക്ക് കുറച്ചുകൂടി ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് അവർക്കൊരു സംവിധാനമുണ്ട്. ആ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചു. അന്വേഷണ കമ്മീഷൻ അത് കണ്ടെത്തി. ഏതെങ്കിലും തരത്തിൽ PSC നിയമനം നൽകിയിട്ടില്ല. PSC ഒരിടത്ത് പോലും ഇങ്ങനെ പണം വാങ്ങി നിയമനം നടത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ താങ്കൾക്കോ എനിക്കോ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ PSCയുടെ വിശ്വാസ്യതയെ ചർച്ച ചെയ്യുന്നത്. റിജിൽ മാക്കുറ്റി, അങ്ങനെ പറയരുത് അരുൺ. യൂണിവേഴ്സിറ്റി കോളേജില് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജില് റാങ്ക് ലിസ്റ്റിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള ആള് യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹത്തിന്റെ ശിവരഞ്ജിത്തിന്റെയും നസീമിന്റെയും കേസ് എന്തായിരുന്നു? PSC പരീക്ഷ അട്ടിമറിച്ചു എന്നാണോ? PSC പരീക്ഷയിൽ മാൽ പ്രാക്ടീസ് കാണിച്ചു ഈ രണ്ടുപേര്. കോപ്പി അടിച്ചു. PSC പരീക്ഷയിൽ കോപ്പി അടിച്ചതും PSCയുടെ വിശ്വാസത്തെ തമ്മിൽ നിങ്ങൾ എങ്ങനെയാ റിലേറ്റ് ചെയ്യുക? PSC പരീക്ഷ കോപ്പി അടിച്ചു എന്നല്ലേ കേസ്? മാൽ പ്രാക്ടീസ് കാണിച്ചതിന്റെ പേരിലല്ലേ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്? സെന്ററിന്റെ വിശ്വാസ്യതയാണോ ചോദ്യം ചെയ്യപ്പെടുക? അല്ല, ഒരു നിമിഷം. നീറ്റ് പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി കോപ്പി അടിച്ചു എന്നതാണ് വിഷയം. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതാണ് വിഷയം. രണ്ടും ഒരേപോലെയാണോ നിങ്ങൾ കാണുക? എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് എന്നാണ് ഒരു സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. 6 വർഷത്തേക്ക് ഡീബാർ ചെയ്തു. ഞാൻ ന്യായീകരിക്കുകയല്ലേ ശിവരഞ്ജിത്തിനെ. കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം. ആ തെമ്മാടിത്തരം മാത്രമല്ല, ആ ശിവരഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സർക്കാരിന്റെ ഭാഗമായി നിന്ന ബഹുജനവർഗ സംഘടനകൾ രംഗത്തിറങ്ങിയതും ശരിയല്ല. അത് തന്നെയാണ് നിലപാട്. പക്ഷെ അത് PSCയുടെ വിശ്വാസത്തെ കൂട്ടിക്കെട്ടരുത്. രണ്ടും രണ്ടാണ്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഗണേഷോട് നിമിഷം. ഞാൻ റിജിൽ മാക്കുറ്റിയുടെ അവസരമാണ്.
എനിക്ക് റിജിൽ മാക്കുറ്റിയിലേക്ക് പോകണം. റിജിൽ മാക്കുറ്റി ആ പരീക്ഷ കോപ്പി അടിക്കാനുള്ള സാഹചര്യം എന്താണ്? നോക്കൂ അതാ സെന്ററിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ സെന്ററിൽ നടത്തിയ കോപ്പിയടിയാണ്, മാൽ പ്രാക്ടീസ് ആണ്. അത് കണ്ടെത്തി അവരെ ശിക്ഷിച്ചു. അതിനെ PSCയുടെ വിശ്വാസ്യതയുമായിട്ട് കൂട്ടിയോജിപ്പിക്കേണ്ട. ഇന്ത്യ രാജ്യത്തെ മാനമര്യാദയ്ക്ക് പരീക്ഷ നടത്തുന്ന ഒറ്റ ഏജൻസിയുള്ളൂ. ആ PSCയുടെ കൂടി വിശ്വാസ്യതയെ താങ്കൾ സംശയിക്കാൻ തുടങ്ങിയത് എന്തായിരിക്കും അവസ്ഥ? ആദ്യം പോയിട്ട് നീറ്റിന്റെ കാര്യത്തിൽ NTയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി ഗണേഷേ. ആദ്യം പോയില്ലേ NTയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി. UG പരീക്ഷയുണ്ടല്ലോ, മാറ്റിവെച്ചൊരു UG പരീക്ഷയുണ്ടല്ലോ, നെറ്റ് പരീക്ഷയുണ്ടല്ലോ, അത് നടത്തുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി നാളെ കാലവാരി നിലത്തടിക്കാൻ പോവാ. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ തിരിച്ചു വരാം ഗണേഷ്, ഒരു നിമിഷം. റിജിൽ മാക്കുറ്റിയുടെ അവസരം. റിജിൽ മാക്കുറ്റി ജയചന്ദ്രൻ പറഞ്ഞത് എല്ലാ പാർട്ടിയിലും അപചയങ്ങളുണ്ട്. ആ അപചയങ്ങൾ CPM-ലും ഉണ്ടെങ്കിൽ അത് തിരുത്തും, അതിനൊരു സംവിധാനമുണ്ട് എന്നുള്ളതാണ്. അല്ല ശ്രീ അരുണേ, എന്താണ് ഇവർ തിരുത്തുന്നത്? പാർട്ടിയാണ് തിരുത്തുന്നത്. പാർട്ടിയാണ് ഇത്രയും വലിയൊരു കോഴക്കേസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം അത് പാർട്ടി പരിഹരിച്ചാൽ മതിയാവോ? ഇവിടെ നിയമവ്യവസ്ഥയില്ലേ, നിയമമില്ലേ, പോലീസില്ലേ? അതെന്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല? അപ്പോൾ നിങ്ങൾ പറയുന്നു ആരോപണമില്ല. അങ്ങനെ ഒരു ആരോപണമില്ല, പൈസ വാങ്ങിയില്ലെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് വരുമോ? നിങ്ങളുടെ തന്നെ ഓഫ് റെക്കോർഡായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാർക്ക് അറിയാലോ. എന്തുകൊണ്ടാണ് ആ വിഷയത്തിനകത്ത് ഇതൊരു തമ്മിലുള്ള മറ്റ് വിഷയമല്ലല്ലോ, കോഴയല്ലേ ഇതിന്റെ പ്രശ്നം? കോഴ വാങ്ങുകയാണ്. അപ്പോൾ കോഴ വാങ്ങാൻ PSC മെമ്പറാക്കാൻ പോലും 60 ലക്ഷം തന്നാൽ കോഴ വാങ്ങാൻ അങ്ങനെ ഒരു കോട്ടുളിക്ക് മാത്രം, ഈ പറയുന്ന കുത്തുളിക്ക് മാത്രം വിചാരിച്ചാൽ PSC മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇതിന് മുമ്പിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇതിന് മുന്നേ നേതൃത്വം ഉണ്ടാവില്ലേ? ഈ നേതൃത്വം അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന ചോദ്യമില്ലേ? അപ്പോൾ ഇത് പാർട്ടിക്കകത്ത് തീരുമാനിച്ച് ഒരാളെ നടപടി, അതിന്റെ പേരിൽ ഇവരുടെ വിഭാഗീയതയുടെ പേരിൽ നടപടിയെടുത്ത് മുമ്പോട്ട് പോയാൽ തീരുന്ന വിഷയമല്ല ഇത് എന്നുള്ളതാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഇത് പാർട്ടി വിഭാഗീയത കൊണ്ട് മാത്രം വാർത്തകൾ പുറത്തു വരുന്നപ്പുറത്തേക്ക് യഥാർത്ഥ അന്വേഷണം നടക്കുന്നില്ല. ആ അന്വേഷണം നടക്കേണ്ടത് പോലീസ് സംവിധാനമാണ്. അത് അന്വേഷിക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം? അതാരാ അന്വേഷിക്കേണ്ടത്? അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഇത് പറഞ്ഞിട്ട് പോയ കാര്യമില്ല. ഇപ്പൊ ഇതൊരു വിഷയം മാത്രമല്ലല്ലോ, ഇപ്പൊ കേരളത്തിന്റെ ഈ ഒരു ഗവൺമെന്റ് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ ഓരോന്നും, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അഴിമതി കഥകൾ ഓരോന്ന് പുറത്തു വരികയല്ലേ? നടപടി ഉണ്ടാകുന്നുണ്ടോ? പാർട്ടി നടപടി ചിലപ്പോൾ ഇവരെടുക്കുമായിരിക്കും. ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയും. ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുമ്പോൾ ഒരു കാര്യമാണ്, ഇപ്പോൾ CPM-ന്റെ നിങ്ങളുടെ റിപ്പോർട്ടറോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി. ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ മരുമകൾ ഡോക്ടർ ഒലീവിയ, അവർ അവിടെ ഈ DIC എന്ന് പറയുന്ന പിന്നെ ഡെന്റൽ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജിനകത്ത് ഇപ്പോൾ അവർ അവിടെ ജോലി ചെയ്യുകയാണ്. പക്ഷേ NHM-ൽ അവർക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവിലുള്ള ഒരാൾ മറ്റൊരു അതേ തസ്തികയിൽ പോയി ജോലി ചെയ്യുന്നു. അവിടെ ഇന്റർവ്യൂ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പിന്നെ ആളുകളെ പിന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷ സ്വീകരിക്കുന്നു. ഡോക്ടർമാർ കേരളത്തിൽ മുഴുവനുള്ള ദന്ത ഡോക്ടർമാർ പോകുന്നു. പക്ഷേ അവിടെ അവർ പറയുന്ന വർഗീസിന്റെ മരുമകളുടെ അവർക്ക് ഒന്നാമത് റാങ്കാൻ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഇത് വർഗീസിന്റെ മാത്രമല്ല, ഈ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ PSC പരീക്ഷക്കകത്തായാൽ പോലും ഇത്തരം കാര്യങ്ങൾ അട്ടിമറി നടന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ്. ഏത് രൂപത്തിൽ ആരോടൊക്കെ പണം വാങ്ങി എന്നതിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ. ഈ വീണ ജോർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഉണ്ടായല്ലോ. ഉന്നയിച്ച ആരോപണം വന്നതാരാ? CIT-യുടെ ഓഫീസ് സെക്രട്ടറി അല്ലേ? അത്തരത്തിൽ ഓഫീസ് സെക്രട്ടറിമാർക്ക് ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പിന്തുണയും വേണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല റിജിൽ മാക്കുറ്റി, ഈ വിഷയത്തിലാണെങ്കിൽ ഒരു ശബ്ദ സന്ദേശമുണ്ട്. ആ ശബ്ദ സന്ദേശം നടത്തിയിരിക്കുന്നത് പ്രമോദ് കോട്ടുളിയും ഈ ഹോമിയോ ഡോക്ടറുടെ ഭർത്താവും തമ്മിലാണ്. ആ ശബ്ദ സന്ദേശത്തിൽ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ, യുവ നേതാക്കളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഇത് ജില്ലാ സെക്രട്ടറിക്ക് കിട്ടുന്ന ഘട്ടത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നതും അന്വേഷണ കമ്മീഷൻ വരുന്നതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ തൻ്റെ പേര് കൂടി വലിച്ചിഴച്ചു എന്നതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഈ വിഷയം ഓറലായി സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് അന്വേഷണത്തിന് വേഗം കൂടുന്നത്. അതാണ് ആ ഘട്ടം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ശ്രീ റിജിൽ മാക്കുറ്റിലേക്ക് തിരിച്ചു വരാം. പറഞ്ഞോളൂ. നിർത്തിക്കോളൂ. അല്ല, ഒരു മിനിറ്റ് അരുണേ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ മുഹമ്മദ് റിയാസിനേക്ക് ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ടല്ലോ. ഈ നാട്ടിനകത്ത് നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ക്യാമറ വിവാദം എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, പിന്നെ അതോടൊപ്പം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ കിത്ത വാങ്ങിയത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യയായ പിണറായി വിജയന്റെ മകൾ വാങ്ങിയ 1,72,00,000 കിത്തയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെ തന്നെ അദ്ദേഹം നിൽക്കുമ്പോൾ എല്ലാം ആ കുടുംബത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പൊ BJP ഒരു കാര്യം കൂടി പറയാം.
BJP വക്താവിന് ഇതിനകത്ത് യാതൊന്നും പറയുന്ന അർഹതയില്ല. ഏറ്റവും വലിയ മാളത്തിലേക്കാണ് അവർ കൈയിട്ടത്. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തകർത്തൊരു ഭരണകൂടം ഈ രാജ്യത്തിനകത്ത് ഈ സർക്കാരല്ലേ അതിനകത്ത് നിലപാട് സ്വീകരിച്ചില്ല. അവിടെ BJPക്ക് നിങ്ങൾ ചേട്ടൻ ഭാവി അനിയൻ ഭാവിയാണ്. അരുൺകുമാർ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയാം. മോദിഫൈഡ് രാമക്ഷേത്ര ചോർച്ച പോലും ഉണ്ടായി. പ്രകാശ് രാജ് പറഞ്ഞതുപോലെ 2014 പാലം വന്നാൽ മഴ വരുമ്പോൾ പാലത്തിനടുത്ത് നിൽക്കില്ല എന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യം മുഴുവൻ അഴിമതിയുടെ ചോർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇവിടെ CPM-ന് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെ മകൻ കയറിയിട്ടുള്ള നിയമനം ഉണ്ടല്ലോ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിൻവാതിൽ നിയമനം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതാണ് പാലാരിവട്ടെ? അതെ, ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലല്ലോ. സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താങ്കൾക്ക് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതിനോടുള്ള മറുപടിയും പറയാം. അതിനു മുൻപ് എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇതൊരു രാഷ്ട്രീയ കീഴ്വഴക്കമായിത്തീരുന്നു. പാർട്ടി അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, ഒരു നടപടി ഉണ്ടാവുന്നു. ഒന്നുകിൽ മേൽഘടകത്തിൽ നിന്ന് കീഴ്ഘടകത്തിലേക്കോ ഇല്ലെങ്കിൽ കീഴ്ഘടകത്തിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവരവരുടെ വഴിക്ക് പോകുന്നു, ആ ബിസിനസ് വഴി അവർ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമായ PC-ക്കും അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെ വലിയൊരു അവിശ്വാസ്യതയുടെ പുകമറ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ഗണേഷ് സൂചിപ്പിച്ചത്. 2 വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ശിവരഞ്ജിത്തിൻ്റെയും നിസാമിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട്. ഇവിടെയാണ് പാർട്ടി എടുക്കേണ്ട ധാർമ്മികമായ നിലപാട് എന്താണ്? അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലീനം അംഗീകരിച്ച കാര്യം നടപ്പിലാക്കാൻ പാർട്ടിക്ക് 10 വർഷത്തിനു ശേഷവും സാധിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, പണാർത്തിയുള്ള ഒരു വിഭാഗം നേതാക്കൾ, അത് യുവ നേതാക്കളാണ് പല ഈ കേസുകളിൽ കുടുങ്ങുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അവരിതിനകത്ത് പണമുണ്ടാക്കാനുള്ള ബിസിനസ്സായിട്ട് വരുന്നു. അവിടെയാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ പേരുപയോഗിക്കുന്നത്, മറ്റൊരു MLA-യുടെ പേരുപയോഗിക്കുന്നത്, നേരത്തെ വീണ ജോർജിൻ്റെ പേരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നിലവിലുള്ള ഈ സംഘടനാ രീതി വെച്ച് കൈകാര്യം ചെയ്യുക സാധ്യമാണോ NMPS? അതാണ് എൻ്റെ ചോദ്യം. അല്ല, വളരെ 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 സങ്കീർണമായ ഒരവസ്ഥയിലാണ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തുറന്ന് ഒരു കാര്യവും സംസാരിക്കാനോ തുറന്നൊരു നടപടിയെടുക്കാനോ പറ്റാത്ത തരത്തിൽ ഈ മാഫിയ സംഘങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് അകത്ത് പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നതാണ്. പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് പ്ലീനത്തിൽ എന്ത് തീരുമാനമെടുത്താലും അതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്. കാരണം ഇത് ഒരു ഐസൊലേറ്റഡ് പ്രോബ്ലം അല്ലല്ലോ അരുൺ. ഒരാളിൽ പ്രമോദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല അത് ഇവിടുത്തെ മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കേരളത്തിലുടനീളം എല്ലാ മേഖലയിലും അത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ, നേരത്തെ ജയേന്ദ്രന് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ, ഓരോ സ്ഥലത്തെയും ഭൂമി മുൻകൂട്ടി വരാൻ പോകുന്നതായിട്ടുള്ള വികസനത്തെ കണ്ടുകൊണ്ട് മുതലാളിമാർ കൈക്കലാക്കുകയും പിന്നീട് അങ്ങോട്ട് വികസനം കൊണ്ടുവരികയും ആ വികസനത്തിൻ്റെ പുറത്ത് അത് ലക്ഷക്കണക്കിന് വാങ്ങിയിരുന്ന ഭൂമിയാണെങ്കിൽ കോടിക്കണക്കിന് വിൽക്കുകയും അങ്ങനെ അനധികൃതമായിട്ടുള്ള ഒരുപാട് പണമുണ്ടാക്കുന്നതായിട്ടുള്ള വലിയ ഗുണ്ടാ സംഘങ്ങളുടെ തെമ്മാടികളുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. അല്ലാണ്ട് ഇദ്ദേഹം പറയുന്ന തരത്തിൽ കടലാസിനകത്തുള്ള റിയൽ എസ്റ്റേറ്റ് സംവിധാനമല്ല ഇത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്ന ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കേരളത്തിലെ ഈ ഏതെങ്കിലും ചായക്കടയിൽ പോയി ചോദിച്ചാൽ ആളുകൾ പറഞ്ഞു തരും. അത് ജയേന്ദ്രന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ പക്ഷേ CPM-ൽ മാത്രമല്ലല്ലോ ഈ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ കാണുന്നത്. എല്ലാ പാർട്ടികളും അഴിമതിക്കാരുടെ ഒരു സംഘം അവരുടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ന്യായീകരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. പക്ഷേ അവർ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പാർട്ടി വക്താക്കൾ എന്ന നിലക്ക് വന്നിരുന്ന് എതിർ പാർട്ടികളുടെ കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിനകത്തുള്ളത്. സത്യസന്ധമായിട്ട് അവർക്കും ചർച്ച ചെയ്യാൻ പറ്റില്ല. അവർ വന്നിരുന്നിട്ട് റിജിൽ മാക്വിറ്റിയും അതുപോലെ തന്നെ ജഗദീഷും കൂടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ പാർട്ടി ഇതുമാതിരിയൊക്കെ ചെയ്യുന്നതാണ് എന്നവർക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി അതൊന്നും ചെയ്യില്ല, ഇത് മറ്റേ പാർട്ടികളെ ചെയ്യുള്ളൂ എന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയില്ലാത്തതായിട്ടുള്ള തുമ്പെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാൽ കേരളം ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് എന്താണ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള കാരണം? അമിതമായിട്ടുള്ള അഴിമതിക്ക് വിധേയമായതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ BJPക്ക് അധികാരമില്ലെങ്കിൽ പോലും എത്രയോ തരത്തിലുള്ളതായിട്ടുള്ള അഴിമതികൾക്കാണ് അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾക്കാണ് അവർ വിധേയമായിട്ടുള്ളത്. അവർക്ക് അധികാരമൊന്നുമില്ല, പക്ഷെ അവർക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട്.
അതുപോലെ CPM-നും. അപ്പോൾ CPM ആയിക്കഴിഞ്ഞാലും BJP ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് വളരുന്നു വികർന്നു വരുന്നതായിട്ടുള്ള വലിയ ഒരു ബിസിനസ് സംഘം, കച്ചവട സംഘം ഈ പാർട്ടികൾക്കകത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പാർട്ടികൾക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കച്ചവട സംഘങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു മിനിറ്റിന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ MLA-മാരെയും എല്ലാ പാർട്ടികൾക്കകത്തുള്ള MLA-മാരെയും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ മിക്കവാറും തന്നെ അതാത് പ്രദേശത്തുള്ള കോൺട്രാക്ടന്മാരുടെ മാഫിയകൾക്ക് വിധേയമായി അവരിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകളാണ്. വളരെ അപൂർവം ആളുകൾ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാത്തവരാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതിൽ പാർട്ടിയുമില്ല, രാഷ്ട്രീയമില്ല. പല സ്ഥലത്തെയും ഇടപാടുകളിൽ എന്താണ് നടക്കുന്നത്? പാർട്ടിയില്ല, ഒരു പാർട്ടിയിലും ഒരു രാഷ്ട്രീയമില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ അഴുകിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കേരളം സഞ്ചരിക്കുന്നതെന്നുള്ളതാണ് കേരളത്തിലെ ഏതൊരു മനുഷ്യനെയും സങ്കടപ്പെടുത്തുന്നതും അതേപോലെ തന്നെ വലിയ തരത്തിലേക്ക് ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം. നിരാശയാണ് രാഷ്ട്രീയത്തിലേക്ക് നോക്കുന്ന സമയത്ത്. പ്രത്യാശയുടെ ഒരു നാമ്പ് പോലും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയില്ല. സമരോത്സവമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇതിനൊക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ജനങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞേക്കും. റൈറ്റ്. ഒരു ജനകീയമായിട്ടുള്ളൊരു പോരാട്ടം ഇനി പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഉണ്ടാവുക, അതൊക്കെ എത്ര സാധ്യമാവുമെന്ന് നമുക്കറിയില്ലെങ്കിലും ശ്രീ ജയചന്ദ്രൻ, അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത് ആദ്യഘട്ടം എത്തുമ്പോൾ. പക്ഷേ പിന്നീട് ഓരോരോ അവതാരങ്ങളായി അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നമ്മൾ കണ്ടു. പാർട്ടിക്കുള്ളിലും നമ്മളിപ്പോൾ കാണുന്നു ഈ പ്രമോദ് കോട്ടൂളി പോലെയുള്ള അവതാരങ്ങളെ. ആ അവതാരങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? ഇനി ഈ പാർട്ടി ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ വന്നാൽ പാർട്ടി ഉണ്ടാവും, ജനങ്ങൾ ഉണ്ടാവില്ല എന്ന നിരീക്ഷണം കൂടുതൽ ശക്തമാവില്ലേ? അത് സത്യമാവില്ലേ? ഇതിൽ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ NM പിയേഴ്സൺ പറഞ്ഞ ആ ഒരു നിലപാടുണ്ടല്ലോ, പിന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടേതായ ജീർണത, അതിലനുഭവിക്കുന്ന ഒരു സങ്കടം, ധാർമ്മിക പ്രതിസന്ധി, പരിപൂർണമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഈ ചർച്ചയിൽ തന്നെ. അത് വളരെ സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു സംശയവുമില്ല. ഒരു വിയോജിപ്പ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതിൽ. എനിക്ക് ഇത് അറിയാൻ വയ്യാത്തത്, ഞാൻ താഴെത്തട്ടിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കേട്ടു. എൻ്റെ സാർ, എനിക്ക് മേലെ തട്ടിലുള്ള നേതാക്കന്മാരായിട്ടാണ് ബന്ധമില്ലാത്തത്. ബന്ധം എന്നും താഴെത്തട്ടിലേ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ള ഏക കാര്യം. അതുകൊണ്ട് പറഞ്ഞത് പരിപൂർണമായിട്ട് ശ്രീ ജയചന്ദ്രൻ, അതുകൊണ്ടാണ് താങ്കൾക്ക് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് സംഭവിച്ച മാറ്റം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. താഴെത്തട്ടിലുള്ള പാവം കർഷകർക്ക് എന്തറിയാം ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച്? അതൊക്കെ ചോദിക്കണമെങ്കിൽ മാഫിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പാർട്ടിക്കുള്ളിലുള്ള നേരത്തെ റിജിൽ മാക്കുറ്റിയാണ് സൂചിപ്പിച്ചത്. ഈ യുവജന സംഘടനകളിലൂടെയൊക്കെ വന്ന് വലിയ ഹോട്ടൽ ചെയിനുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ സ്വന്തമാക്കി ഒരുപാട് പേര് കോഴിക്കോട് പാർട്ടിയിലെ നേതാക്കളുടെ സ്വാധീന വലയത്തിലാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്വാധീന വലയത്തിലാണ് ആ നേതാക്കൾ എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ തെളിയുന്ന ചിത്രം. താങ്കളും അത് കേട്ടിട്ടുണ്ടാകുമല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, ഞാനത് അതിനോടല്ലല്ലോ വിയോജിപ്പ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നതിനോട് അത് മുഴുവനും കൊള്ളസംഘമാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാതെ തന്നെ ഡോക്ടർ അരുൺകുമാർ മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ശരി, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്ന എല്ലാവരും, അതിനോടാണ് വിയോജിപ്പ്. ആ വിയോജിപ്പ് എന്താണെന്നറിയോ, കോഴിക്കോട് കോർപ്പറേഷനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന വിലയുള്ള ഭൂമി 40,000 രൂപക്ക് സെന്റിന് തട്ടിയെടുത്ത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ ഇത് മറച്ചു വിറ്റുകൊണ്ട് കോടികളാണ് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ. അപ്പൊ സർക്കാർ ഉൾപ്പെടെ കോർപ്പറേഷൻ സ്ഥലം ഈ രൂപത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ കോഴിക്കോട് CPM-നകത്ത് DYFI-ക്കകത്തും ഒരു വലിയ സംഘമുണ്ട് എന്നെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. പ്രതിയാക്കപ്പെട്ടവരെ എല്ലാ പാർട്ടിയിലും ഒക്കെ പെട്ടവരും ഉണ്ടേ. അപ്പോ ഈ അവതാരങ്ങളെയൊക്കെ എല്ലാവരും സൂക്ഷിക്കണം. അതെ, ഞാൻ പറഞ്ഞു വന്നത് ശ്രീ അരുണേ, ഇത്തരത്തിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ നാടിനകത്തെ DGP ഉൾപ്പെടെ ഈ നാട്ടിനകത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ പോകുന്ന ഒരു സ്ഥലം, അത് വെച്ചിട്ട് നിങ്ങൾ അളക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് അധികാരത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം വരുമ്പോൾ കട വിറ്റഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കും. അതുപോലെ കേരളത്തിനകത്ത് ഇപ്പൊ വിറ്റഴിക്കൽ പരിപാടിയാണ്. കേരളം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ
ഇതാ ഇവർ വിറ്റഴിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവ് കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുമോ 50 ലക്ഷം രൂപയുടെ വീട്, 22 ലക്ഷം രൂപയുടെ കാറ്, ആകെ 1,22,00,000 രൂപ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെതിരായി ഏരിയ കമ്മിറ്റിക്കകത്ത് വന്ന ചർച്ചയാണ്. അവിടെയുള്ള ബേക്കൽ ഇതും ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ കഥകളാണ് അവിടെയുള്ള ഡിവൈഎഫ്ഐ നേതാവിനെ കുറിച്ച് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇത് വരുന്നതൊക്കെ ആരാ? CPM-മായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കോൺഗ്രസിലെയും യുവനേതാവിന് മറ്റൊരു പണിയും ഇല്ലാതിരുന്നിട്ടും വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ചും ചർച്ചകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് തങ്ങളുടേതായ സ്വാധീന വലയത്തിൽപ്പെട്ട അവതാരങ്ങളുണ്ട്. റിജിൽ മാക്കുറ്റി, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടി വിശുദ്ധമാണെന്ന് മാത്രം ബാധിക്കല്ലേ? അതിൽ CPM സംഘടനാപരമായ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. റിജിൽ, എല്ലാ പാർട്ടികളിലും ഈ പറയുന്ന അവതാരങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള നേതാക്കളുണ്ട്. അത് റിജിൽ നേരിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ഞങ്ങളെ ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ അരുണോട് പറയാം, ശ്രീ അരുൺ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും നേതാക്കന്മാർ അവിഹിതമായി പണം പറ്റി അഴിമതി നടത്തി നിങ്ങളുടെ ഒരു MLA-ക്കെതിരെ ഇടുക്കിയിലെ ഭൂമി കയ്യേറിയ ഒരു കേസുണ്ടല്ലോ റിജിൽ മാക്കുറ്റി. അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഒരു MLA-ക്കെതിരെ ഒരു കേസുണ്ടല്ലോ ഇടുക്കി. രാത്രി ഇരുന്ന് ചിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. പ്ലീസ് നിങ്ങൾ ഇങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആത്മരതി കൊള്ളാം റിജിൽ മാക്കുറ്റി, വേറെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ സംവിധാനം വെച്ച് അന്വേഷിച്ചോ? ആ MLA ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ എങ്ങനെ അവിഹിതമായി പണം ഉണ്ടാക്കി എന്ന് അന്വേഷിക്കൂ. ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. ഈ പോലീസിനെ നിയന്ത്രിച്ച് ഞങ്ങളൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് ED ഇല്ല, പിന്നെ CBI ഇല്ല, പോലീസ് ക്രൈംബ്രാഞ്ചും ഇല്ല, വിജിലൻസ് ഒന്നും ഇല്ലല്ലോ. അന്വേഷിക്കാൻ ഇവരുടെ കയ്യിലല്ലേ? നിങ്ങൾ അന്വേഷിച്ചോ? ഞങ്ങൾ തുറന്ന പുസ്തകമാണ്. ഏതെങ്കിലും ഒരു നേതാവ് അവിഹിതമായി പണം പറ്റി എന്ന് കണ്ടെത്താൻ ഞങ്ങൾ വെല്ലുവിളിക്കുക. നിങ്ങൾ അന്വേഷിച്ചോ? CMRL-ന്റെ കണക്ക് പുസ്തകത്തിലുള്ള പേരുകളൊക്കെ ഞാൻ ഇനിയും പറയണോ? അങ്ങനെയാണോ ഇവിടുത്തെ CPM നേതൃത്വം? അല്ല, നിങ്ങൾ എന്റെ പിന്നെ അരുണെ, അന്വേഷിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കല്ലേ? ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തി, ഇതുപോലെയുള്ള പ്രവർത്തനം നടത്തി മാഫിയ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഏർപ്പാടായി തീർന്നു നാട്ടുകാർക്ക് അറിയാം. റിജിൽ മാക്കുറ്റി, നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി. എന്തായാലും ചർച്ചയിൽ ചേർന്നതിന് കെ ഗണേഷ്, എം ജയചന്ദ്രൻ, NMPS കോടതിയുടെ താങ്ക് യു. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്.